നമുക്ക് എന്തായാലും പോവാൻ ഗിരി. എനിക്കിന്ന് മീറ്റിംഗ് ഉണ്ട്. രാത്രി ഒരു 7 മണി കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയോ? ഏയ്, അത് മോശമല്ലേ ഗിരി? എന്നാ പിന്നെ രജനി നേരത്തെ പോക്കോ, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് അങ്ങ് എത്തിക്കോളാം. അത് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല. ഗിരിയോടി വന്നിട്ട് പോവാം, അത് മതി. രജനി പറഞ്ഞതാ ശരി. ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തന്നെ പോണം. ഗിരി, മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് പോവാം നമുക്ക്. നമ്മുടെ വീടല്ലേ, അല്പം വൈകിയാലും സാരമില്ല, ഒന്നിച്ചു പോവാം. എന്നുവെച്ച് രാത്രിയാവാൻ നിൽക്കണ്ട. നോക്കട്ടെ. മോള് വേണമെങ്കിൽ നേരത്തെ പൊയ്ക്കോ. അവന്റെ മീറ്റിംഗ് കഴിയുമ്പോൾ മിക്കവാറും പാതിരാത്രിയാവും. ദേ, ഇതിലൊന്നും കൂടുതൽ താല്പര്യമില്ല കക്ഷിക്ക്. നോക്കട്ടെ, ഇത്തിരി നേരത്തെ വന്നാ ഒരുമിച്ച് പോവാലോ. പെങ്ങളെ കണ്ടിട്ട് ആങ്ങളയുടെ മുഖം കടന്തൽ കുത്തിയ പോലെ ആയല്ലോ. ഒന്ന് ചിരിക്കും നന്ദൻ. നമുക്കേ ഇനി വഴക്കൊന്നും വേണ്ട. ഒന്ന് പോയേ. എപ്പോ നോക്കിയാലും ഓരോന്ന് പറഞ്ഞു പുറകെ വന്നോളൂ. എന്റെ സഹോദരന് മൂക്കത്താണല്ലോ ശുണ്ടി. ഞാനൊരു കാര്യം പറയട്ടെ, കേൾക്കുമ്പോ ഞെട്ടരുത്. ഞാനിപ്പോ മന്ത്രി മേരി തോമസിനെ കണ്ടു. കണ്ടോ? ഞെട്ടി. ഞെട്ടരുതെന്ന് പറഞ്ഞിട്ടും ഞെട്ടി. എന്തിനാ കണ്ടേന്ന് ചോദിക്കേ. എന്റെ അമ്മയെ കാണാൻ പോയത്. എന്നുവെച്ചാ മന്ത്രിക്ക് മുന്നിൽ ഞാനൊരു അപേക്ഷ കൊടുത്തു, അമ്മയെ കാണാൻ സഹായിക്കണമെന്ന്, അമ്മയെ കണ്ടുപിടിച്ച് തരണമെന്ന്. നല്ല സ്ത്രീയാ മേരി തോമസ്. പക്ഷെ സമയമില്ല. 2 വാക്കിൽ കാര്യം പറയണമെന്ന് ആദ്യം പറഞ്ഞത്. പക്ഷെ കുറേ സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചു, സ്നേഹത്തോടെ സംസാരിച്ചു. മേരി തോമസിനെ കണ്ടല്ലോ, അപ്പോ കാര്യങ്ങൾ എളുപ്പമായി. ഉടനെ തന്നെ നിനക്ക് നിന്റെ അമ്മയെ കിട്ടും. കിട്ടും. എന്താ സംശയമുണ്ടോ? ഒരു സംശയമില്ല. നീ നിന്റെ അമ്മയെ കണ്ടു കഴിഞ്ഞു. നീ എന്താ എന്നെ കളിയാക്കുവാണോ? നോക്ക്, എനിക്ക് സപ്പോർട്ട് കൂടി വരിക. എല്ലാവർക്കും എന്നെ മനസ്സിലായി തുടങ്ങി. ചന്ദ്രമതി മാഡം, ബലരാമൻ സാറ്, ഇപ്പോഴിതാ സംസ്ഥാനത്തെ ഒരു മന്ത്രി. എല്ലാവർക്കും എന്റെ പ്രശ്നം മനസ്സിലായി തുടങ്ങി. നിന്റെ പ്രശ്നം എല്ലാവർക്കും മനസ്സിലാവും. ഞങ്ങളുടെ പ്രശ്നം ആർക്കും മനസ്സിലാവില്ല. നിങ്ങളുടെ പ്രശ്നോ? നിങ്ങൾക്കെന്താ പ്രശ്നം? ഞങ്ങളുടെ പ്രശ്നോ? നീയാ ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾക്കൊരു തലവേദനയായിട്ട് നീ കയറി കൂടിയിട്ട് കുറെ കാലമായി. ആ തലവേദന മാറാനുള്ള മരുന്ന് ഉടനെ തയ്യാറാവും. നീ അമ്മയെ കാണണം, അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അച്ഛന്റെ അമ്മയുടെ സ്നേഹത്തിന് വേണ്ടിയല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ പണത്തിന് വേണ്ടിയാ. നീ എന്താ പറഞ്ഞേ? എന്താണ് നീ അലറി പേടിപ്പിക്കാൻ നോക്കുന്നേ? നിന്റെ വിരട്ടിലും കൊണ്ട് നീ വീട്ടിൽ കയറിയുണ്ടല്ലോ, നിന്റെ കാലി ഞാൻ തല്ലി ഓടിക്കും. കാശുള്ളവരുടെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റി സുഖിച്ച് ജീവിക്കുക. 6 ലക്ഷ്യം വെച്ചാ നീ നിന്റെ അമ്മ അച്ഛനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നത്. നീ എന്താടാ ഇങ്ങനെ കുരയ്ക്കുന്നേ? ദേവികയോടുള്ള ദേഷ്യം എന്നോട് തീർക്കുവാണോ? ദേവിക്കും ദേഷ്യം നിന്നോടാ. ആ വീട്ടിൽ എല്ലാവർക്കും ദേഷ്യം നിന്നോടാ. എന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ ദേവിയുടെ മുമ്പിൽ ചെന്ന് പെടാതെ നോക്ക്. അന്നവള് നിന്നെ തല്ലിയല്ലേ ഉള്ളൂ, ഇനി അവള് നിന്നെ കൊല്ലും. പിന്നെ അവള് ഞൊട്ടും. എടി, ദേവി ആരെന്നാണ് നീ വിചാരിച്ചേ? അവളെന്റെ ഭാര്യയാ. ഞങ്ങളുടെ കുടുംബത്തിലൊരു പോറൽ വീഴാൻ പോലും അവള് സമ്മതിക്കില്ല. അവളെ വിളിച്ചു വരുത്തിയല്ലേ നീ ആക്ഷേപിച്ചത്. അതിന്റെ മറുപടി നിന്റെ കവളിൽ തന്നെ കിട്ടിയല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു അവളുടെ തല്ല്? അതാ പറഞ്ഞത്, എന്നോട് ആളാവുന്ന പോലെ ദേവിയുടെ മുന്നിൽ നിന്റെ എല്ലില്ലാത്ത നാവും കൊണ്ട് ചെല്ലരുത്. തിരിച്ചു പോകുമ്പോ പല്ലൊന്നും അതേ സ്ഥാനത്ത് കണ്ടെന്ന് വരില്ല. പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ബലരാമനും മേരി തോമസും ഒക്കെ. അപ്പോ അവരുടെ അടുത്തേക്ക് പോ. ഇനി അവരുടെ പണം കൊണ്ട് ജീവിക്ക്. ചന്ദ്രോത്തിന്റെ പടി ചവിട്ടിയാ നീ 2 കാലിൽ തിരിച്ചു പോവില്ല. അവിടെ ദേവിയുണ്ട്. ഞങ്ങൾ ക്ഷമിച്ചാലും അവള് വിടില്ല നിന്നെ. ഓടി.
പ്രഭേ, ആ ബലരാമൻ. എന്താ ഇവിടെ? സിദ്ധുവിടെ ഒരാളെ കാണാൻ പോയിരിക്കുക. പുതിയ ബിസിനസ് എന്തെങ്കിലും ഒന്ന് തുടങ്ങണം. ജീവിക്കണമല്ലോ. അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആരെയോ കാണാൻ പോയതാ. ഇപ്പൊ വരും. ചന്ദ്രമതി വീട്ടിൽ വന്നു എന്നറിഞ്ഞോ? ബുദ്ധിമുട്ടായല്ലേ? സോറി. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഒരു ശീലമായി തുടങ്ങി ബലരാമൻ. അതിന് സോറിയൊന്നും പറയണ്ട. ഞങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ ബുദ്ധിമുട്ടുന്നത്. അതേ ഉള്ളൂ വിഷമം. മനസ്സിലാക്കേണ്ടവരൊന്നും മനസ്സിലാക്കുന്നുമില്ല. നല്ല മനസ്സുള്ളവർ ഒത്തിരി പീഡനങ്ങൾ അനുഭവിക്കും. പണ്ട് മുതലേ ലോകം അങ്ങനെ. ക്രിസ്തുവിനെ കുരിശിൽ തറച്ചു, ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു. സിദ്ധു ഗാന്ധിജിയെ പോലാണെന്നല്ല പറയുന്നത്. പക്ഷെ സിദ്ധുവിൽ നന്മയുണ്ട്. ആ നന്മയുടെ പ്രതിഫലം പക്ഷെ വേദനയാ. ചന്ദ്രമതി വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. വലുതായിട്ട് പ്രതികരിക്കാനൊന്നും പോയില്ല. തനൂജയെ ബലരാമനെ കൊണ്ട് ദത്തെടുപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നോ അങ്ങനെയൊക്കെയാണ് ഒച്ച വെച്ചത്. സോറി പ്രഭാവതി. മീര പോയതിന്റെ ദുഃഖം മാറുന്നതിന് മുമ്പേ അടുത്ത വിഷമം. അതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടില്ല ചന്ദ്രമതി. ഭാര്യമാരെ വിഷമിപ്പിക്കരുത് ബലരാമ. സിദ്ധു ആയാലും ബലരാമനായാലും അതോർക്കണം. പെണ്ണുങ്ങളുടെ കണ്ണീരിന് തീയേക്കാളും ശക്തിയുണ്ട്. എല്ലാം കത്തിച്ചാമ്പലാക്കാൻ ഒരു പെണ്ണിന്റെ നീറുന്ന മനസ്സിന് സാധിക്കും. ചന്ദ്രമതി പാവോ. മീരമോള് പോയതിന്റെ വിഷമം മാറി വരുന്നതേയുള്ളൂ. സിദ്ധുവിന്റെ മകളാണെന്നും പറഞ്ഞ ഒരു പെണ്ണ് വന്നു കയറി ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാക്കിയ അസ്വസ്ഥതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ. പ്രഭ, ബലരാമ, ഞാനിവിടെ ഓഫീസിൽ വന്നതായിരുന്നു. പ്രഭ പറഞ്ഞു പുതിയ ബിസിനസിന്റെ കാര്യമൊക്കെ. ഞാൻ പറയുന്നത് നമ്മുടെ കമ്പനി ഒന്നുകൂടെ. ഇനി കമ്പനിക്കാരൊക്കെ അല്പം ഒന്ന് കുറയ്ക്കാം. ഇതിപ്പോ ചെറുകിട രീതിയിൽ എന്തെങ്കിലുമൊക്കെ നോക്കാന്ന് വെച്ചു. അതിനും നമ്മുടെ ആലോചന ഒന്ന് കാണാന്ന് വെച്ചതാ. അപ്പൊ ശരി ബലരാമ. കയറി ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ബലരാമൻ പൊക്കോ. ഇന്ന് രജനിയും ഗിരീഷൊക്കെ വിരുന്ന് വരുന്നുണ്ട്. വിരുന്ന് പോലൊക്കെ. അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അപ്പോ എന്റെ കാറിൽ കയറില്ല എന്നാണോ? അതുകൊണ്ടല്ല, ഓട്ടോയിലാകുമ്പം കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ അറിഞ്ഞു പോവാ. എന്നാ ശരി. ശരി ബലരാമ. രജന ചേച്ചിയും ഗിരിശേട്ടനും ആയിരിക്കും. എന്താ നീ എന്തിനാ വന്നത്? നീ ഒരടി ചാൻസി റാണിയോ? വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നിരിക്കാണോ നീ? വന്നതല്ല, വരുത്തിച്ചതാ നീ. തനുജെ, ഇവിടെ വേറെ ആരുമില്ല. നീ ബഹളം വെക്കാതെ പോയേ. നിനക്കെന്നെ കൊല്ലണോ അല്ലേ? എന്റെ പല്ല് തല്ലി കൊഴിക്കണോ അല്ലേ? എന്ത്? നിന്റെ ഭർത്താവ് എന്റെ സഹോദരനിപ്പോ പറഞ്ഞതാ നിന്റെ ആഗ്രഹങ്ങള്. ഞാൻ ഈ ചന്ദ്രത്തിന്റെ പടി കയറിയാ മുട്ടുകാല് തല്ലി ഒടിക്കുന്ന പറഞ്ഞ. അതറിയാനാ വന്നത്. അന്ന് നീ എന്നെ തല്ലി, സമ്മതിച്ചു. ഒന്നുകൂടി തല്ല. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോ തനുജെ. ഹേയ്, മോതിലടയ്ക്കാതെ. മോതില് തുറക്കാനാ പറഞ്ഞത്. ഏയ്, വാതില് തുറക്ക്. ഇല്ല, നീ പോയിക്കോ, അതാ നല്ലത്. വാതില് തുറക്കാനാ പറഞ്ഞത്. ഇല്ല, തുറക്കില്ല. നിന്നോടല്ലേ പറഞ്ഞത് വാതില് തുറക്കാൻ? തുറക്കടി വാതില്. മര്യാദയ്ക്ക് തിരിച്ചു പോകുന്നതാ നിനക്ക് നല്ലത്. തുറക്ക്.
തനുജ നീ പോ. ശരി, എന്നാ നീ ജയിച്ചു, ഞാൻ പോയേക്കുവാ. പോയി. ഇവക്കിത് എന്തിന്റെ കേടാ? മറ്റാരും ഇല്ലാന്ന് അറിഞ്ഞിട്ടാവും പോയത്. എന്തായാലും പോയല്ലോ. തനുജ, നീ എന്തായി കാണിക്കുന്നേ? കള്ളന്മാരെ പോലെ അടുക്കള കൂടെ കയറി വരുന്നോ? നിന്നെ കാണാതെ ഞാൻ തിരിച്ചു പോന്ന് കരുതിയോ? നിനക്ക് തരേണ്ടത് തന്നിട്ടേ ഞാൻ പോവും. നിനക്കെന്നെ തല്ലണോ അല്ലേ? തല്ലടി, തല്ല്. തല്ലണ്ട സമയത്ത് ഞാൻ തല്ലും. നീ ഇപ്പൊ പുറത്തു പോ. നീ ഇപ്പൊ തല്ല്. എന്നിട്ട് വേണം തിരിച്ചെന്ത് തരണോന്ന് തീരുമാനിക്കാൻ. അമ്മയെ അച്ഛനെ അന്വേഷിക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലേ, അല്ലടി? തനുജ, ഇറങ്ങി പോവാനാ പറഞ്ഞ. ഇറങ്ങിപ്പോ. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. അതാ നിനക്ക് നല്ലത്. ഞാൻ പോണോ അല്ലേ? പോവാ. തനുജ, വേണ്ട. കത്തി ഒന്ന് മാറ്റ്. നിന്നെ ഞാൻ വിടില്ലടേ. നീ ഇനി ജീവിക്കണ്ട. തനുജ, വേണ്ട. തനുജ, വേണ്ട.
അയ്യോ ചേച്ചി. ചേച്ചി എവിടെ? അയ്യോ അയ്യോ ചേച്ചി 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 അയ്യോ ചേച്ചി 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 തന്നത്. അയ്യോ ചേച്ചി 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 അയ്യോ ചേച്ചി 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 ചേച്ചി. അയ്യോ ചേച്ചി 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 ചേച്ചി. ആ ദേവി. നന്ദു എവിടെയാ? എത്ര നേരായിട്ട് വിളിക്കുന്നു. ആ അല്ല, ഫോൺ കാറിൽ നിൽക്കാൻ മറന്നുപോയി. എന്തു പറ്റി? പെട്ടെന്ന് ജാനകി എന്നോട് ഹോസ്പിറ്റലിലേക്ക് വാ. എന്താ ദേവി, നീ കരയാണോ? നന്ദു വേഗം വാ, സമയം കളയല്ലേ. രജനി ചേച്ചിയെ കൊണ്ട് വന്നത്. അത്യാവശ്യമായിട്ട് ഡോക്ടർ വിളിക്കുന്നു. ഏ എന്തു പറ്റി? എന്താ? ഒന്ന് പെട്ടെന്ന് വാ നന്ദു. ഹലോ ഹലോ